ഞങ്ങൾ ഈ അടുത്ത് നമ്മളുടെ കേരള ആർക്കിടെക്ട്സ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായി, അത് മലപ്പുറം ടീമായി പോയി അവിടുന്ന് ചാമ്പ്യന്മാരായി തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഞാനൊരു കിറ്റിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയത്. ഞാൻ കൊണ്ടോട്ടിക്ക് അടുത്താണെങ്കിലും കൊണ്ടോട്ടിയിൽ R7 എന്നുള്ള ഷോപ്പ് ഉണ്ടെന്ന് മനസ്സിലായത് വേറൊരു ക്രിക്കറ്റർ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് R7 എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് ആക്സസറീസ് കിട്ടുന്ന ഷോപ്പിലാണ്. ഞാൻ ആർക്കിടെക്ട് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കിറ്റ് വാങ്ങുമ്പം ഏകദേശം എത്ര രൂപയാവുമെന്ന് ഒരു കാൽക്കുലേഷൻ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് അനുസരിച്ചാണ് ഓരോന്ന് ചൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മീഡിയം റേഞ്ച് കളിക്കാരന് എന്തൊക്കെ സെലക്ട് ചെയ്യണം, ഏത് റേഞ്ചിൽ സെലക്ട് ചെയ്യണമെന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ പാഡിന്, ഈ ക്രിക്കറ്റ് പാഡിന് ഏകദേശം 1700 രൂപയാണ്. ഞാൻ ഈ പറയുന്ന റേറ്റുകളെല്ലാം MRP അല്ല, R7 ഓഫർ പ്രൈസ് റേറ്റുകളാണ്. ഇതിന് 1700 രൂപയാണ്. അത്യാവശ്യം നല്ലൊരു പാഡാണിത്. ഓക്കെ, ഈ തൈ ഗാർഡിന് 1000 രൂപയാണ്, രണ്ട് സൈഡും ഉണ്ട്. പിന്നെ വരുന്നത് ഗ്ലവ് ആണ്, ഇത് കാണാൻ കഴിയും, അതും R7 തന്നെയാണ്. 1200 രൂപയാണ് അതിന് വരുന്നത്. ഈ ഒരു ഗ്ലൗസ് ഫിംഗർ കട്ടിലുള്ളതാണ്, അതായത് നമുക്ക് ഓരോ ഫിംഗറിൻ്റെയും ജോയിൻസിനനുസരിച്ച് ഈ പാർട്ടെല്ലാം മൂവ് ചെയ്യാം. 1200 എന്ന് പറഞ്ഞത് വലിയൊരു നല്ലൊരു റേറ്റാണ്. അത് നിങ്ങൾക്ക് SS-ൻ്റെ SG-യുടെ ഒക്കെ ഗ്ലൗസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഈ ആം ഗാർഡിന് ഏകദേശം 200 രൂപയാണ്. ഈ റിസ്റ്റ് ഗാർഡിന് 280 രൂപയാണ് ഈ റിസ്റ്റ് ഗാർഡിൻ്റെ വില. ഈ ചെസ് ഗാർഡിന് വരുന്നത് ഏകദേശം 450 രൂപയാണ്. ഇതും R7 തന്നെയാണ്. ഇത് ആക്ച്വലി വലിയ സൈസ് നമുക്കിവിടെ കിട്ടും. പിന്നെ നമ്മളുടെ ആഷിയുടെ ഹെൽമെറ്റാണ്. ഇതിന് 1400 രൂപയാണ് വില. ഇത് ആക്ച്വലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഈ ചിന്നിൻ്റെ ഇവിടെയുള്ള ഈ ഗ്രില്ല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമ്മളുടെ ബോൾ വരുന്ന ലൈൻ ഇത് ഹൈഡ് ചെയ്താൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തന്നെയാണ്, ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് നെക്ക് ഗാർഡ്. ഇതെല്ലാം ഈ ഒരു 1400 രൂപയുടെ റേറ്റിൽ ഫുള്ളാകും. പിന്നെ ഞാൻ നോക്കിയത് നമുക്ക് പറ്റിയൊരു ബാറ്റാണ്. ഓക്കെ, ഇത് R7 തന്നെ ഏകദേശം 16,000 രൂപ വരുന്ന ഒരു ബാറ്റാണ്. ഇത് പക്ഷേ നമുക്ക് ഇവർ ഏകദേശം ഒരു 12,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ സാധനം ഇംഗ്ലീഷ് വില്ലോ തന്നെയാണ്. ഇത് ഇവരുടെ ഗോൾഡ് എഡിഷനാണ്. ഇതിന് താഴത്തേക്ക് മുകളിലേക്കൊക്കെ ഒരു ബാറ്റ് ഉണ്ട്. ഓക്കെ, എൻ്റെ കൂടെയുള്ളത് ഇബ്രാഹിമാണ്, ഇതിൻ്റെ ഓണർമാരിൽ ഒരാളാണ്. ഹലോ. നിങ്ങൾ കൊണ്ടോട്ടിയിൽ മാത്രമാണ് ഈ R7 എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്? അല്ല, നമ്മൾ കൊണ്ടോട്ടിയിലാണ് നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന മലപ്പുറത്ത് പെരിന്തൽമണ്ണ ഉണ്ട്. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്റ്റേഡിയത്തിന്റെ അടുത്താണ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് UP-ലാണ്. UP-യിൽ നമുക്ക് ഓൺ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൺ ബ്രാൻഡാണ് R7 എന്ന് പറയുന്നത്. അതിൽ ക്രിക്കറ്റിന്റെ എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യ മാത്രമല്ല, നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിപ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പോരാത്തതിന് നമ്മളിവിടെ ബാറ്റ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പ്ലെയറിന് എങ്ങനെയാണോ ബാറ്റ് വേണ്ടത് ആ രീതിയിൽ അയാൾക്ക് വേണ്ട ബാറ്റിന്റെ കറക്റ്റ് പ്രൊഫൈൽ നോക്കിയിട്ട് ഒരു എക്സാമ്പിൾ, ഇപ്പം ഒരു ബാറ്റ് എടുക്കാം. ബാറ്റ് ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ കുറച്ച് നല്ല ബോട്ടം പ്രൊഫൈൽ വേണ്ടി വരും, അല്ലെങ്കിൽ മിഡ് പ്രൊഫൈൽ മതിയായിരിക്കും. അപ്പോൾ ആ വേണ്ട രീതിയിൽ ആൾ വന്നു കഴിഞ്ഞാൽ ബാറ്റ് നമ്മളൊരു 80% സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റ് ആയിരിക്കും. കാരണം ഹാൻഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ, പ്രൊഫൈലെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ, അത് ആൾ വന്നിട്ട് ആൾക്ക് വേണ്ട രീതിയിൽ ആൾ പിടിച്ച് നോക്കി ബാലൻസും കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്പേർട്സ് ഉണ്ട് ഇവിടെ? ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കോട്ടക്കലിൽ ഡോക്ടർ ബാറ്റ് എന്ന് പറഞ്ഞ രജീഷ് എന്ന ഒരാളുണ്ട്. കോട്ടക്കലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ പോരാത്തതിന് ചില ആൾക്കാർക്ക് ബ്രാൻഡ്, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ ബ്രാൻഡിൽ സാധനങ്ങളൊക്കെ ചെയ്യണം. ഇപ്പം ബാഗും കാര്യങ്ങളൊക്കെ അടിക്കണം, അല്ലെങ്കിൽ ഇപ്പം ഇനി കുറച്ച് ബൾക്കായിട്ട് പാഡിൽ അവരുടെ ഒരു ബ്രാൻഡ് സെറ്റ് ചെയ്യണം, ക്ലബ്ബ് അല്ലെങ്കിൽ അക്കാഡമിക് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ അവിടുന്ന് UP-ന്നാണ് ചെയ്തിട്ട് വരുന്നത്. അതുപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും ടൂർണമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ലോഗോയിൽ ബോളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല സർവീസാണ്. ഇപ്പം നിങ്ങളിപ്പം എല്ലാത്തിലും നോക്കുന്നുണ്ടോ, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റിന്റെ എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാ ഐറ്റത്തിലും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം പെരിന്തൽമണ്ണ ഉണ്ട്, ഇവിടെയുണ്ട് ഷോ. അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ 2 സ്ഥലത്താണ് ഇപ്പോൾ ചെയ്യുന്നത് കാര്യമായിട്ട്. നമ്മളിവിടെ ചെയ്യണമെന്ന് വിചാരിക്കും. എറണാകുളം ട്രിവാൻഡ്രം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം അവിടെ ഉള്ളവർക്ക് പോലും അറിയാവുന്ന ഒരു ഷോപ്പാണ് അത്. ഞാനിവിടെ കീഴ്ശ്ശേരി ആയിരുന്നിട്ടും കൂടി എനിക്കറിയില്ല ഇവിടെ R7 എന്നുള്ള ഷോപ്പുള്ളത്. ഞാൻ ഈ കളിക്കാൻ പോയപ്പോഴാണ് വയനാട്ടിലുള്ള ഒരു നന്ദു എന്ന് പറഞ്ഞ പയ്യൻ എൻ്റെ അടുത്ത് ഈ R7 പറ്റി പറയുന്നത്. അപ്പോഴാണ് ഞാൻ സെർച്ച് ചെയ്ത്. പക്ഷെ RR എന്നാണ് കൊണ്ടോട്ടിന്ന് ഞാൻ കണ്ടത്. അതെന്തുകൊണ്ട് അങ്ങനെ?
അത് RR എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഷോപ്പിന്റെ പേര് RR സ്പോർട്സ് എന്ന്. ഏത് വർഷമായിരിക്കും അത്? നമ്മളൊരു 2019 ആ ഒരു സമയത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മളെ ബ്രാൻഡ് നെയിം R7 എന്നാണ് വരുന്നത്. അപ്പം ആ ഒരു R7 റേഞ്ചിലാക്കിയിട്ട് പേരുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ R7 സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ എക്സാക്ട്ലി ഏത് ലൊക്കേഷൻ? ആ ലൊക്കേഷൻ എന്ന് പറയാം. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടോട്ടി പയങ്ങാടി. ഇവിടെ ഒരു കാസിയാരകം ജുമാ മസ്ജിദ് ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സാം ഹാർഡ്വെയർസ് ഉണ്ട്. ഒരു PK ടവർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. അതിൽ സാം ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിയിൽ എല്ലാവർക്കും അറിയാം. അതിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. ഓക്കെ. അപ്പം നമ്മളെ ഈ ക്രിക്കറ്റ് എന്തൂസിയാസ്റ്റ് ഉണ്ടല്ലോ, ഈ കളിക്കാൻ ആഗ്രഹമുള്ള അവർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഇപ്പം കളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിന്റെ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ബുദ്ധിമുട്ട് അഫോർഡ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ കുറഞ്ഞ റേറ്റിൽ സാധനം അവർക്ക് ചെയ്തു കൊടുക്കാം. ഓരോ പ്രാവശ്യവും അവരുടെ അടുത്തൊന്ന് ചോദിച്ചിട്ട് അതിൽ മാറ്റം വരുത്താനുള്ളതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു കളി കളിക്കുന്ന സമയത്ത് ബോളാണ് ബേസിക് നീഡായിട്ട് വരുന്നത്. ബോൾ മിനിമം ഒരു കളിക്ക് എന്തായാലും 2 ന്യൂ ബോൾ എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ ഈ ബോളൊക്കെ അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ചെറിയ പ്രൈസിൽ കണ്ടു. ബോളിന് ഒരു ബേസിക് ബോളിന് 250, ഒരു 20 ഓവേഴ്സിന് 350, റേഞ്ചിലുള്ള കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ചെയ്യണം. അപ്പം ഞാനിപ്പം കിറ്റ് നോക്കി. അപ്പോൾ ഏകദേശം 18,000 രൂപയാണ് നമ്മൾ ഈ ബാറ്റ് അടക്കം വരുന്നത് വിത്തൗട്ട് കിറ്റ്. കിറ്റിന് ഏകദേശം ഒരു 1,500 കൂടെ വരുമായിരിക്കും. ഞാൻ ഈ നോക്കിയ ബാറ്റ് എന്ന് വെച്ചാൽ ഇതാണ് നോക്കിയത്. ഇതിന് 12,000 രൂപയാണ് ഇപ്പോൾ നിങ്ങൾ ഓഫർ പ്രൈസിൽ തരുന്നത്. ഇത് ഗോൾഡ് എഡിഷൻ ആണ്. ഓക്കെ. ഈ 18,000-ൽ 12,000 ബാറ്റിനായിരുന്നു. ഇത് 7,000 ഉണ്ടല്ലേ നിങ്ങൾ പറഞ്ഞ്? ഇതും ഈ ബാറ്റും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണ്? അതായത് കിറ്റിൽ 18,000-ൽ 12,000 ആ ബാറ്റിനായിരുന്നു. അപ്പോൾ ഈ ബാറ്റ് എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരു 5,000 രൂപ കുറയും. ഏകദേശം ഒരു 13,000 നമുക്ക് ഫുൾ കിറ്റ് കിട്ടും. 14,500 ഇൻക്ലൂഡിങ് നമ്മളുടെ ആ ബാഗ് അടക്കം അല്ലേ? ഇത് എന്നുള്ള മെയിൻ വ്യത്യാസം എന്തായിരുന്നു? ഫസ്റ്റ് വരുന്നത് വുഡിന്റെ ക്വാളിറ്റിയിലാണ്. വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിന്റെ ബാറ്റിന്റെ വുഡുകൾ ഓരോ ഗ്രേഡുകളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വില്ലോ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന വുഡുകളാണ്. അവിടുന്ന് ഗ്രേഡുകളാക്കിയിട്ടാണ് ഇവർക്ക് വരിക. അപ്പം ഇത് അതിൽ വരുന്ന ഒരു സെക്കൻഡ് ഗ്രേഡ് വില്ലോ ആണ്. ഇതിന്റെ ടോപ്പ് ഗ്രേഡിൽ വരുന്ന വേറെ ഗ്രേഡുകളുണ്ട്. ആ ഗ്രേഡിനനുസരിച്ചിട്ടാണ് ആ വില്ലോന് പ്രൈസിങ് വരുന്നത്. അപ്പം നല്ല ഗ്രേഡുള്ള വില്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്റിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കിട്ടും. കുറച്ച് വെയിറ്റ്ലെസ് ആയിട്ടായിരിക്കും വുഡ് വരിക. കാരണം സോഫ്റ്റ് വുഡിലൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഏതൊരു സാധനം എടുക്കുമ്പോഴും നമുക്ക് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കും. നല്ല രീതിയിൽ ഇപ്പോൾ ഏതൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബുക്കും നല്ല രീതിയിൽ കൊണ്ടുനടക്കുക എന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റിൽ കളിക്കുന്ന ഒരാൾ നല്ല രീതിയിലായിരിക്കും സാധനങ്ങൾ കൊണ്ടുനടക്കുക. ആ ബാറ്റിന് അതിൻ്റേതായിട്ടുള്ള വൃത്തിയും കാര്യങ്ങളും പെർഫോമൻസും കാര്യങ്ങളും ഉണ്ടാവും. പെർഫോമൻസ് ആണ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കംഫേർട്ട് പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടും. കാരണം നമ്മൾ നല്ലൊരു ബോൾ വരുന്ന സമയത്ത് നമ്മൾ അടിച്ചിട്ട് ബോൾ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വിഷമാവും. നമ്മൾ അടിച്ചത് നമ്മൾ 6 ആണെന്ന് വിചാരിച്ച് അടിച്ചതായിരിക്കും. ബൗണ്ടറിയിൽ നിന്ന് ക്യാച്ച് വന്നതിന് അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം എല്ലാവരും നോക്കുക ബാറ്റിനായിരിക്കും നോക്കാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും ആദ്യം നോക്കുക ബാറ്റിലായിരിക്കും. അപ്പൊ ബാറ്റ് നല്ല രീതിയിലാക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ബാറ്റുകളെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ നോക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു അഡീഷണൽ ചാർജ് വാങ്ങുന്നുണ്ട്. ബാറ്റിങ് കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കിങ് ആവും. അപ്പോൾ ഇൻ കേസ് നമ്മൾ എടുക്കുന്ന ബാറ്റ് നമ്മുടെ അടുത്ത് തന്നെ ചെയ്യുന്ന സമയത്ത് നോക്കിങ് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. കാരണം അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരുപാട് ആൾക്കാർ ബേസിക്കായിട്ട് നോക്കി ചെയ്യുന്നതിന് ഒരുപാട് രീതികളുണ്ട്. പെട്ടെന്ന് ആൾക്കാർ നിങ്ങളുടെ രീതി എന്താണ്? നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഓയിലിംഗ് ചെയ്തിട്ട് നമ്മൾ മെല്ലെ മെല്ലെ ഓരോ സൈഡുകളും മെല്ലെ മെല്ലെ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. വെറുതെ പോയിട്ട് ഓരോരുത്തർ അവിടെയും ഇവിടെയൊക്കെ അടിച്ചിട്ട് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ പ്രോപ്പറായിട്ട് നോക്ക് ചെയ്യാതെ ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ എഡ്ജ് ഭാഗം അതേമാതിരി ബോട്ടം സൈഡ് ഇവിടെ വെച്ചിട്ടൊന്നും കളിയില്ല. ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ ബോൾ ബാറ്റ് എന്തായാലും പൊട്ടിപ്പോകും. ഇപ്പൊ ഒരു ന്യൂ ബോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എഡ്ജ് കൊണ്ടുകഴിഞ്ഞാൽ അവിടെ ക്രാക്ക് ആവും, അത് ഉറപ്പാണ്. എന്നിട്ടും ഇത് പ്രോപ്പർ നോക്ക് ചെയ്താൽ പോലും ഈ പ്രശ്നമുണ്ട്. അതുപോലെ ഇങ്ങോട്ട് പ്രോപ്പർ നോക്ക് ചെയ്യാതെ കളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരിക്കും. ഒരുപാട് ബാറ്റ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് റിപ്പയറിങ്ങിന് കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അധിക ബാറ്റും ആൾക്കാർ ബാറ്റ് കൊണ്ടുപോയിട്ട് പല ബ്രാൻഡ്സും വെക്കുന്നത് തന്നെ റെഡി ടു പ്ലേ ബാറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഒരിക്കലും ഒരു ബ്രാൻഡും അങ്ങനെ റെഡി ടു പ്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയൂല. ബാറ്റ് റെഡി ടു പ്ലേ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കളിച്ചിട്ടൊന്ന് ബോളായിട്ടുള്ള കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് അങ്ങനെ ആവുള്ളൂ. സമയം എടുത്ത് ചെയ്താൽ തന്നെ ആ പ്രോസസ്സ് നടക്കും. അല്ലാത്ത പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടും. അതുപോലെ പണ്ടത്തെ വില്ലോസ് കുറച്ച് നല്ല ഹാർഡ് വില്ലോസിലായിരിക്കും ബാറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും.
ഇപ്പം വരുന്നത് പക്കാ സോഫ്റ്റ് വില്ലോസിലാണ് അധിക ബാറ്റുകൾ വരുന്നത്. പൊട്ടാനുള്ള ചാൻസ് 90% കൂടുതലാണ്. പക്ഷെ പെർഫോമൻസ് ഉണ്ടാവും, പെർഫോമൻസിന് കുഴപ്പമില്ല. പിന്നെ നല്ല രീതിയിൽ കണക്ട് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിഡിലും കാര്യങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റിന് അങ്ങനെ വരില്ല. അങ്ങനെ മിഡിൽ ചെയ്തിട്ട് മിഡിൽ പൊട്ടി പോകുന്ന ബാറ്റുകളും ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാ ബ്രാൻഡിലും ഉണ്ട്, ബ്രാൻഡുകളൊന്നും പറയണില്ല, എല്ലാ ബ്രാൻഡിലും നല്ല വിലയുള്ള ബാറ്റുകൾ തന്നെ മിഡിലെല്ലാം ക്രാക്കായി പോകുന്നുണ്ട്. അത് ചില ബാറ്റുകൾ ഭാഗ്യം തന്നെയാണ് 50%. കാരണം ഇത് ഉള്ളിലുള്ള നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ആർക്കും അത് പറയാൻ പറ്റില്ല. അങ്ങനെ പൊട്ടി പോകുന്നതിൽ നമുക്കൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ അത് മാറ്റി ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. നമ്മളൊക്കെ അങ്ങനെ വരുന്നത് പെട്ടെന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. അതിന് അത്ര തന്നെ ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ, ബാറ്റല്ലേ. കാരണം കളിക്കുന്ന സാധനമാണ് അത്. പിന്നെ ആളെ യൂസേജിനനുസരിച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ലൈഫ് ഉള്ളത്. നമ്മൾ നല്ല കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് അവരുടെ ബാറ്റുകൾ നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അവർ എഡ്ജും കാര്യങ്ങളൊന്നും ക്രാക്ക് ഉണ്ടാവില്ല. കറക്റ്റ് മിഡിൽ ചെയ്ത് കളിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ബാറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതാ ഷോൾഡറിന്റെ അവിടെ ഒക്കെ ആയിരിക്കും ബോൾ കൊണ്ടുണ്ടാവും. ഷോൾഡറിന്റെ അവിടെ 2-3 നല്ല ബോൾ കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ ഹാൻഡിൽ ഷേക്ക് ആവും, അങ്ങനെ തന്നെ ക്രാക്ക് വരും. ഓക്കെ, എന്തായാലും ഇത്രയും ഇൻഫർമേഷൻസ് ഞങ്ങളോട് പങ്കുവച്ചിൽ താങ്ക് യു സോ മച്ച് ഇബ്രാഹിം. ഓക്കെ, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രാൻഡ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.